ടി വി പ്രസാദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ടി വി പ്രസാദ് തരുന്ന വാർത്ത നമ്മുടെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ടി വി പ്രസാദ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് നമുക്കൊപ്പം ചേരുക. സ്മാർട്ട് സിറ്റി വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയാം. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ഒഴിയുന്നതിന് ടീകോമിന് നൽകുന്നത് നഷ്ടപരിഹാരമാണ്. ഓഹരിയുടെ വിലയോ അവർ പണിയെടുത്ത തുകയോ മാത്രമല്ല. ടീകോം വിവിധ കത്തുകളിലൂടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതിന്റെ രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. നഷ്ടപരിഹാരമല്ല, ഓഹരി വിലയാണ് നൽകുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. ഫയലിൽ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയതും ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി നിർദ്ദേശിച്ചതും നഷ്ടപരിഹാരം എന്നാണ്. ടി വി പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ടി വി പ്രസാദ്, ഇപ്പോൾ നമുക്ക് കിട്ടിയ രേഖകൾ പ്രകാരം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നഷ്ടപരിഹാരമല്ല എന്നല്ല, അത് നഷ്ടപരിഹാരം തന്നെയാണ് എന്നതാണ്. മാത്രവുമല്ല, നേരത്തെ തന്നെ ഈ കത്തിടപാടുകൾ നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് സ്മാർട്ട് സിറ്റി അധികൃതർ നേരത്തെ തന്നെ കത്തുകൾ അയച്ചിരുന്നു. ആ കത്തുകളുടെ രേഖകളാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ചുരുക്കത്തിൽ അത് നഷ്ടപരിഹാരമാണ് അല്ലേ ടി വി പ്രസാദ്? ഗുഡ് മോർണിംഗ് ആൻഡ് മെറി ക്രിസ്മസ് വൺസ് അഗൈൻ. വീണ്ടും ഗുഡ് മോർണിംഗ് അരുൺ പറഞ്ഞതുപോലെ തന്നെ നഷ്ടപരിഹാരം തന്നെയാണ് ടീകോമിന് കൊടുക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. നേരത്തെ തന്നെ ഇത് പുറത്തു വന്ന കാര്യമാണ്. ഓഹരി തുക മാത്രമല്ല, അവർക്ക് നഷ്ടപരിഹാരം കൂടി കൊടുക്കുന്നുണ്ടെന്ന് 2 ആഴ്ച മുമ്പ് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ടീകോം അധികൃതർക്ക് കൊടുക്കുന്നത് നഷ്ടപരിഹാരമല്ല, അങ്ങനെ വരുന്ന വാർത്തകൾ തെറ്റാണ്, അത് അവർ ചെലവാക്കിയ അതിൻ്റെ ഓഹരിയുടെ ഭാഗമായിട്ടുള്ള തുക മാത്രമാണ് എന്നാണ്. പക്ഷേ അതല്ല എന്നുള്ളതിൻ്റെ രേഖകൾ പുറത്തേക്ക് വരുന്നു. അതായത് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ആ ടീകോം കമ്പനി സർക്കാരിന് കത്ത് നൽകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അതിനെക്കുറിച്ച് പരിശോധിക്കാൻ നടത്തിയ യോഗങ്ങൾ, മറ്റ് ഉദ്യോഗസ്ഥരുടെ മിനിറ്റ്സുകൾ, അതിൻ്റെ എല്ലാം രേഖകൾ പരിശോധിക്കുമ്പോഴാണ് ഈ വിവരമുള്ളത്. അതിൽ ഒരു മിനിറ്റ്സ് നമുക്ക് വായിക്കാം അരുൺ. അതായത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 7-ാം തീയതി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ്. ആ യോഗം ഇതാണ്. അതായത് കൊച്ചി സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള പ്രശ്നങ്ങൾ പഠിക്കാനുള്ള കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്നാണ് പറഞ്ഞത്. അതിൽ പങ്കെടുത്തത് ധനകാര്യ വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി, നിയമവകുപ്പിലെ സെക്രട്ടറി, IT വകുപ്പിൻ്റെ സെക്രട്ടറി, റവന്യൂ വകുപ്പിൻ്റെ അഡീഷണൽ സെക്രട്ടറി. അതിൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിൽ ഒരു 4 വരി നമുക്ക് വായിക്കാം. IT സെക്രട്ടറി സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള വിഷയം അവതരിപ്പിച്ചു. FWA പ്രകാരമുള്ള ബാധ്യതകൾ നിറവേറ്റതിനാൽ പാട്ടക്കരാർ അവസാനിപ്പിക്കാൻ ക്ലോസ് 7.2.1 പ്രകാരം നോട്ടീസ് അയക്കുന്നതിനും ടീകോമുമായി ചർച്ച ചെയ്ത് FWA ക്ലോസ് 7.2.2 പ്രകാരം പരസ്പര സമ്മതത്തോടെ സ്വതന്ത്ര മൂല്യനിർണ്ണയ കൺസൾട്ടൻസിയെ നിയോഗിച്ച് ഓഹരികൾ മൂല്യനിർണ്ണയം നടത്തി ടീകോമിന് നൽകേണ്ട നഷ്ടപരിഹാരം തയ്യാറാക്കുന്നതിനും കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് അങ്ങനെ തുടങ്ങിയാണ് ഈ മീറ്റിങ്ങിൻ്റെ രേഖകൾ പോകുന്നത്. അതായത് അരുൺ, ഇതിൽ ഓഹരി തുക മാത്രമല്ല തിരിച്ചു നൽകുന്നത്. ഓഹരി തുക ഏതാണ്ട് അവിടെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം കൂട്ടി നോക്കുമ്പോൾ 349 കോടി രൂപയാണ് വരുന്നത്. ഇത് കൂടാതെ ടീകോം കമ്പനിക്ക് നഷ്ടപരിഹാര തുക തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് ഫയൽ രേഖകളിൽ വ്യക്തമാകുന്നത് അരുൺ. പ്രസാദാണ് നമുക്കിപ്പം ചേർന്നത്. ചുരുക്കത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതി സംസ്ഥാന സർക്കാർ പറയുന്നത് പോലെ നഷ്ടപരിഹാരമല്ല എന്നല്ല, അത് നഷ്ടപരിഹാരം തന്നെയാണ്.